അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാട്ടോ. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിസുവിൻ്റെ മുടി കുറേ ആയിട്ടുണ്ടായിരുന്നു വെട്ടിയിട്ട്. പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിൽ വെട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മുടി ഇക്കൊന്ന് വെട്ടിയിട്ട് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഇക്ക ആദ്യമായിട്ടോ അവൻ്റെ മുടി വെട്ടുന്നത്. നമ്മളെപ്പോഴും ഷോപ്പിൽ പോയിട്ടാണ് വെട്ടിക്കാറ്. പക്ഷേ അവന് കാണിച്ചു കൊടുക്കുമോ എന്താണെന്നുള്ളൊരു പേടി കൊണ്ട് ഇക്ക അവൻ്റെ മുടി അല്ലാണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കലില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയതാട്ടോ. അപ്പോൾ അവന് കാണിച്ചൊക്കെ ഒരുവിധം എല്ലാവരും ഹെയർസൊക്കെ ജസ്റ്റ് എന്താ പറയുക ഒന്ന് ലെവലാക്കിയൊക്കെ കൊടുക്കല് ഇക്ക തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവൻ്റെ മുടിമൊക്കെ വല്ലാണ്ട് തൊടാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഷിസുമോൻ്റെ മുടി വെട്ടിലൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവനവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഹെയർ ഒന്നും വരാൻ തീരെ അവൾ സമ്മതിക്കൂല. ചീർപ്പെടുക്കണ കണ്ട ഓൻ അവിടെ നിന്നിട്ട് ഒറ്റ ഓട്ടാ. അങ്ങനെ എന്തൊക്കെയോ ഒരുവിധം കയ്യിൽ ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ട് അവന് വാരുന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് അവന് വാരുന്നതൊക്കെ അറിഞ്ഞത്. അവിടെ നിന്ന് എണീറ്റ് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുടിയൊക്കെ വെട്ടി അവന് സുന്ദര കുട്ടനായിട്ട്. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നി ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇതാ ഇന്നലെ കുറച്ച് പച്ചരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നമുക്ക് പൊടിയാക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിടാണ്ട്. പക്ഷെ എന്നും മഴയില്ല, ഇന്ന് ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട്. മഴ വന്ന് നമ്മളെ പറ്റിക്കോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ പുറത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് മഴയല്ലേ. ഇനിയിപ്പോൾ മഴ വന്ന് നമ്മൾ ചതിക്കോ എന്തായതാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് പൊടിയൊന്നുമില്ല. പൊടിയൊക്കെ ഇനി നമുക്ക് പൊടിപ്പിച്ചിട്ട് വേണം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വെയിലെങ്കിലും കൊള്ളിച്ചിട്ട് നമ്മൾ അരി പൊടിപ്പിക്കൽ മസ്റ്റാണ് കേട്ടോ. അതാ ഉമ്മ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേറൊരു പാത്രത്തേക്ക് വാരി ഇടുന്നുണ്ട്. കുറച്ചായിട്ടുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഇപ്പോൾ വല്ലാണ്ട് എന്താ പറയുക ഡെയിലി ആയിട്ടൊന്നും ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മടി തന്നെയാണ്. പിന്നെ നിങ്ങളെ സപ്പോർട്ടൊക്കെ നല്ലോണം വേണം, എന്നാലും നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടുള്ളൂ കേട്ടോ. മാക്സിമം നിങ്ങൾ സപ്പോർട്ടൊക്കെ ആക്കുക. പിന്നെ ഇതാ അരി ചിക്കാനുള്ള സംഭവം ഞാൻ വിരിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് മഴക്കാറൊന്നും കാണുന്നില്ല കേട്ടോ. വെയിലൊക്കെ തന്നെയാണ്. ഇനി എന്താവോ എന്തോ ബാക്കി പഠിച്ചവൻ്റെ കയ്യിൽ. അപ്പം നമ്മൾ അരിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അരി വിരിച്ച് കഴിഞ്ഞതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ ഉച്ചയ്ക്കൊക്കെയുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചിക്കനാണ് കിട്ടിയിട്ടുള്ളത്. ചിക്കനും പപ്പടും കാബേജും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണം. അതിന് മുന്നേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ക്ലീനാക്കി കിച്ചണൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അടുത്ത പരിപാടികളൊക്കെ കുറച്ച് ഒതുക്കിയതിന് ശേഷം നമ്മുടെ അരി ചിക്കിയതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മഴ പെയ്ത് അരിയൊക്കെ അകത്തായി. നമ്മൾ അലക്കി തോരട്ടതൊക്കെ ഒക്കെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ 4 ഭാഗവും 4 ആൾക്കാർ പിടിച്ചിട്ട് ഒരൊറ്റ കൊണ്ടുവന്ന് വെക്കലായിരുന്നു അകത്ത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഇവിടെ വാട്ടുന്നുണ്ട്. പിന്നെ ഇതാ കേബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കേബേജ് അരിയുന്നുണ്ട് കേട്ടോ. ഇതാ കേബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കേബേജ് കട്ട് ചെയ്ത് തരുന്നത് ഒക്കെയാണ്. വേറെ ഒന്നുമല്ല, കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് നമുക്ക് അരിയാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലെപ്പോഴും തട്ടിക്കും. ഞാൻ അരിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരിഞ്ഞുതരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിക്കുകയാണ്. പിന്നെ നമ്മളെ വീട്ടിൽ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കൻ്റെ സീസൺ കഴിഞ്ഞാലും ഇവിടെ ചക്ക ഉണ്ടാവും കേട്ടോ. അത് വേറൊരു വിഷയം. ചക്കൻ്റെ സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഇവിടെ ചക്ക ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള ചക്കയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ നല്ലോണം ഇരിഞ്ഞിട്ട് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. ഇനി എടുത്ത് കഴിക്കാമല്ലോ, ഭയങ്കര സിമ്പിളായല്ലോ അല്ലേ. നല്ല ടേസ്റ്റി ചക്കയായിരുന്നു. കുറച്ച് സമയം നമ്മൾ ചക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചക്കേക്കുള്ള എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് നമ്മൾ അപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ ഉമ്മ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രശ്നമുണ്ട്, വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ ഫോണിൽ വീഡിയോ ക്ലാരിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇക്കയുടെ ഫോണിലായിട്ട് വീഡിയോ ഒക്കെ എടുക്കല്. അപ്പോൾ ഇക്ക പുറത്ത് പോയാൽ ബാക്കി വീഡിയോസൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് മാംഗോസൊക്കെ ഇക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാംഗോ വെച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊരു സ്വീറ്റിലുണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.